ഹായ് എവരിവൺ. അപ്പോൾ CST 466 ഡേറ്റ മൈനിങ്ങിലെ മൊഡ്യൂൾ 1 പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ സ്കീമ വരക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ഫാക്ട് ടേബിൾ ആണ് വരക്കേണ്ടത്. സെയിൽസ് എന്ന് പറഞ്ഞൊരു ഫാക്ട് ടേബിൾ ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ആട്രിബ്യൂട്ട്സ് ആണ് പ്രൊഡക്റ്റ് ID, പ്രൊഡക്റ്റ് ഓർഡർ, കസ്റ്റമർ ID, ടെമ്പർ, എംപ്ലോയി ID, ടോട്ടൽ, ക്വാളിറ്റി, ഡിസ്കൗണ്ട്. സോ അപ്പോൾ നമ്മളൊരു സെയിൽസ് എന്ന് പറഞ്ഞ എന്ത് ടേബിൾ നടുക്ക് വരക്കണം? ഫാക്ട് ടേബിൾ നടുക്ക് വരക്കണം. അതിനുശേഷം അതിനെ കണക്ട് ചെയ്ത് ഡയമെൻഷൻ ടേബിൾസ് വരക്കണം. സോ എംപ്ലോയി ഡയമെൻഷൻ ടേബിൾ ഉണ്ട് ഇവിടെ. പിന്നെന്താണ് പ്രോഡക്റ്റ് ഡയമെൻഷൻ ടേബിൾ ഉണ്ട്, കസ്റ്റമർ ഡയമെൻഷൻ ടേബിൾ ഉണ്ട്. ഓക്കെ, പിന്നെ ടൈം ഡയമെൻഷൻ ടേബിളും ഉണ്ട്. സോ ആ എംപ്ലോയി, ടൈം, കസ്റ്റമർ, പ്രൊഡക്റ്റ് ഈ എല്ലാ ഡയമെൻഷൻ ടേബിൾസും എഴുതാം. ഇനി അതിന്റെ അകത്തുള്ള ഓരോ വാല്യൂസും കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഇതിൽ എഴുതുക. ഇവിടുത്തെ ഉള്ള സെയിൽസ് എന്ന് പറയുന്ന ഫാക്ട് ടേബിളുള്ള ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ID, ഓർഡർ ID, കസ്റ്റമർ ID, എംപ്ലോയർ ID. സോ ഇത്രയും എന്താണ് നമുക്ക് ഇതിലോട്ടുള്ള റെഫറൻസുകളാണ്. ബാക്കി ടോട്ടൽ, ക്വാളിറ്റി, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സുകളാണ്. ഇനി അതുപോലെ തന്നെ പ്രൊഡക്റ്റിൽ എന്തൊക്കെയുണ്ട്? പ്രൊഡക്റ്റ് ID എഴുതുക, പ്രൊഡക്റ്റ് നെയിം, കാറ്റഗറി, പ്രൈസ്. എംപ്ലോയി ടേബിളിൽ എംപ്ലോയി ID, നെയിം, ടൈറ്റിൽ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും തരത്തില്ല, ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഫാക്ട് ടേബിളും ചുറ്റിനും ഡയമെൻഷൻ ടേബിളും വെച്ചിട്ടാണ് സ്റ്റാർ സ്കീമ വരയ്ക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സ്നോഫ്ലേക്ക് വരക്കാനാണ്. ഇത് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ, സ്നോഫ്ലേക്ക്. ഓക്കെ, അപ്പൊ ഇതിലും നടുക്ക് എന്ത് ചെയ്യണം? ഒരു ഫാക്ട് ടേബിൾ. എംപ്ലോയി എന്ന് പറയുന്ന ഒരു സെയിൽസ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ ഫാക്ട് ടേബിൾ. ഓക്കെ, ഇത് ഡയമെൻഷൻ ടേബിൾ, ഇത് ഡയമെൻഷൻ ടേബിൾ, ഡയമെൻഷൻ ടേബിൾ, ഡയമെൻഷൻ ടേബിൾ. ഇനി ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കണ്ട. ഇതിന്റെ അകത്ത് ഇത് ഇത്രയും വരുന്നത് നമ്മുടെ സ്റ്റാർ സ്കീമയാണ്. സോ ഈ സ്റ്റാർ സ്കീമയുടെ ഒന്നും കൂടി കണക്ട് ചെയ്ത് ഒരു സബ് ക്ലാസിഫിക്കേഷനും കൂടി കൊടുക്കുന്നതാണ് സ്നോഫ്ലേക്സ്. സോ അതിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയ പ്രൊഡക്റ്റ് കാറ്റഗറി ID ഉണ്ടെങ്കിൽ അത് ഒരു സെപ്പറേറ്റ് ഒരു ടേബിൾ ആയിട്ട് കൊടുക്കുക. ഇപ്പൊ കാറ്റഗറി, നെയിം, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ആ ഒരു ID ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ എംപ്ലോയിയുടെ എന്ത് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഡിപ്പാർട്ട്മെന്റ് ID ഈ ഒരു ടേബിൾ ഉണ്ടാവണം. പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം, ലൊക്കേഷൻ. ഇവിടെ നമ്മുടെ സിറ്റി ID വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സിറ്റി ID ഇതിലും ഉണ്ടാവണം. ഓക്കെ, സിറ്റി ID ഇതിലുണ്ടായിട്ട് ബാക്കിയുള്ള വാല്യൂസ് കൊടുക്കുക. സിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ഡയമെൻഷൻ ടേബിൾ. ഇതെല്ലാം ഡയമെൻഷൻ ടേബിൾസ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. സപ്പോസ് ദ ഡേറ്റ വെയർഹൗസ് കൺസിസ്റ്റ് ഓഫ് 3 dimensions: time, doctor and patient. 2 measures count and charge, where charge is the fee of the doctor, charges a patient for a visit. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇതില് 3 ഡയമെൻഷൻസ് ഉണ്ടെന്നാ പറയുന്നത്. ഫാക്ട് ടേബിൾ എന്താന്നുള്ളത് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫാക്ട് ടേബിൾ എന്ന് പറഞ്ഞ ഒരു ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്കീമ വരക്കാനാണ്. അപ്പൊ നമുക്ക് സ്റ്റാർ തന്നെ വരക്കാം. അപ്പൊ ടൈം എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ടേബിൾ വരക്കണം, ഡോക്ടർ എന്ന് പറയുന്ന ഡയമെൻഷൻ ടേബിൾ വരക്കണം, പേഷ്യന്റ് എന്ന് പറയുന്ന ഡയമെൻഷൻ ടേബിൾ വരക്കണം. അപ്പോൾ ഇവിടെ ടൈം കീ കൊടുക്കണമെങ്കിൽ ആ ഒരു കീ ഇതിലുണ്ടാവണം. ഡോക്ടർ ID ഇവിടെ കൊടുക്കണമെങ്കിൽ ഡോക്ടർ ID ഫാക്ട് ടേബിൾ ഉണ്ടാവണം. പേഷ്യന്റ് ID കൊടുക്കണമെങ്കിൽ പേഷ്യന്റ് ID ഫാക്ട് ടേബിൾ ഉണ്ടാവും. ബാക്കി 2 മെഷേഴ്സ് ഉണ്ട് ഈ ഒരു ഫാക്ട് ടേബിളിൽ. ഏതൊക്കെയാണ്? കൗണ്ടും ചാർജും. സോ കൗണ്ടും ചാർജും ഇതിന്റെ അടിയിൽ ആഡ് ചെയ്യണം. ഇനി ഇത്രയും നമുക്കറിയാലോ. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ടൈം ഫില്ല് ചെയ്യുക. ഇവിടെ ഇഷ്ടമുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ടൈം ഫില്ല് ചെയ്യുക. ഇവിടെ ഇഷ്ടമുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് വായിക്കാം. ബാക്കി സ്ട്രക്ചർ ഇതായിരിക്കണം. ഫാക്ട് ടേബിൾ ഉണ്ടാവണം, ഡയമെൻഷൻ ടേബിൾസും ഉണ്ടാവണം, ID കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഇത് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് ദ ബേസിക് ക്യൂബോയിഡ്, what specific lab operations should be performed in order to list the total fee collected by each doctor in 2004. അപ്പൊ ഒരു 2004 ഓരോ ഡോക്ടറും കളക്ട് ചെയ്ത എത്രത്തോളം ഫീ ആണ്, ടോട്ടൽ ഫീ ആണെന്നുള്ളത് നമ്മൾ എങ്ങനെ ഒരു ലാബ് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് വാങ്ങും. സോ ഫസ്റ്റ് വി ഷുഡ് റോൾ അപ്പ്. ഇപ്പൊ നമുക്ക് കുറേ ഡേറ്റ ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആണെന്ന് വിചാരിക്കാം. അതിൽ കുറേ വർഷങ്ങളുണ്ട്, 2001, 2024 വരെയുള്ള ഡേറ്റ ഉണ്ട്. അതിൽ നമുക്ക് സ്പെസിഫിക്കലി ഈ ഒരു ഇയർ മതി. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റോളപ്പ് ചെയ്യണം. റോളപ്പ് ചെയ്തിട്ട് 2004 മാത്രമായിട്ട് എടുക്കണം. സോ റോളപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 2004 മാത്രം എടുക്കണം. ആഫ്റ്റർ ഗെറ്റിംഗ് വി യൂസ് ടു സ്ലൈസ് ദ ഓപ്പറേഷൻ ആൻഡ് സെലക്ട് ദ 2004. അതിനുശേഷം സ്ലൈസ് ചെയ്തിട്ട് ആ ഒരു 2004 മാത്രം എടുക്കണം. 2004 മാത്രമായിട്ട് എടുക്കണം. ഇനി സെലക്ട് സെക്കൻഡ്, വി ഷുഡ് റോൾ അപ്പ് ഓപ്പറേഷൻ അഗെയിൻ ടു ഗെറ്റ് ഓൾ ദ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ റോളപ്പ് ചെയ്യണം. ദെൻ വി നീഡ് ടു സ്ലൈസ് ദ ഓപ്പറേഷൻ ടു സെലക്ട് ഓൾ. അതിനുശേഷം എന്താ? സെലക്ട് ഓൾ ആക്കാം. ഫൈനലി വി ഗെറ്റ് ദ ലിസ്റ്റ് ഓഫ് ഫീ കളക്റ്റഡ് ബൈ
ഡോക്ടേഴ്സ് ഇൻ 2004. സോ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന ഓപ്പറേഷൻ എന്താണ്? റോൾ അപ്പ് ഫ്രം ഡേയ്സ് ടു മന്ത്, മന്തിന് ഇയർ ആക്കി. ഫസ്റ്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേ ഉണ്ടാവുള്ളൂ, ഡേയിന്ന് മന്ത് ആക്കി, മന്തിന് ഇയർ ആക്കി. അതാണ് നമ്മൾ അവിടെ റോൾ അപ്പ് ഓപ്പറേഷൻ ചെയ്തത്. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്ത്? ഇയർ ആക്കിയതിന് 2004 മാത്രമായിട്ട് എടുത്ത്. ഇനി 2004 എടുത്തതിന് എന്ത് ചെയ്തു? റോൾ അപ്പ് ദ പേഷ്യൻസ് ഫ്രം ഇൻഡിവിജ്വൽ പേഷ്യൻസ്. നമുക്ക് റോൾ അപ്പ് ഓൺ പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാ പേഷ്യൻസിനെ എടുത്ത്, ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാ പേഷ്യൻസിനെ എടുത്തിട്ട് എന്ത് ചെയ്യാം? സ്ലൈസ് ദ പേഷ്യൻസ് ഓൾ പേഷ്യൻസ് കൊടുത്ത്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര ഫീ ആണ് കളക്ട് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കാം. സോ ഇവിടെ നിങ്ങൾ ഈ ഒലാപ്പ് ഓപ്പറേഷൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്തത്. സോ ഒന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഈ ഒലാപ്പ് ഓപ്പറേഷൻസ് എഴുതാം. റോളപ്പ് ചെയ്യും, ഇങ്ങനെ സ്ലൈസ് അപ്പ് ചെയ്യും. അതിനുശേഷം ഈ ഒരു എക്സാമ്പിൾ മര്യാദക്ക് പഠിച്ചു നോക്കുക. വേറെ ഏത് ഡേറ്റ വന്നാലും ഇത് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതി നോക്കിയാലും മതി. ഇനി ഇതും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ നമുക്ക് ബിഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ടേബിൾ ആണ് ഉള്ളത്. അതിൽ 4 ഡയമെൻഷൻസ് ഉണ്ട്. സ്റ്റുഡന്റ്, കോഴ്സ്, സെമസ്റ്റർ, ഇൻസ്ട്രക്ടർ ഉണ്ട്. അതിന്റെ അകത്ത് 2 മെഷർ കൗണ്ട്സ് ഉണ്ട്. മെഷേഴ്സ് ഉണ്ട്, കൗണ്ട് ആൻഡ് ആവറേജ് ഗ്രേഡ്. സോ അപ്പൊ ബിഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു ഫാക്ട് ടേബിൾ വരക്കുക. അതിൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു മെഷർ ഉണ്ട്, കോഴ്സ് എന്ന് പറയുന്ന മെഷർ ഉണ്ട്, ഇൻസ്ട്രക്ടർ ഉണ്ട്, അഡ്രസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? സെമസ്റ്ററും ഉണ്ട്. പിന്നെ അപ്പൊ അതിന്റെ ഓരോന്നിനെ മാപ്പ് ചെയ്യുക. സ്റ്റുഡന്റ് ID കൊടുക്കുക, കോഴ്സ് ID ഇവിടെ കൊടുക്കുക, ഇൻസ്ട്രക്ടർ ID കൊടുക്കുക, സെമസ്റ്റർ ID കൊടുക്കുക, എല്ലാം കൊടുക്കുക. ഇനി അതിനുശേഷം അഡ്രസ് ഇല്ല കേട്ടോ. അഡ്രസ് നമ്മൾ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിൾ ആണ്. ഓക്കെ, അഡ്രസ് ഇല്ല. അഡ്രസ് നമ്മൾ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, സോറി. ഇതിപ്പോ സ്നോഫ്ലേക്ക് ആണ് ഇവിടെ വരച്ചേക്കുന്നത്. സ്നോഫ്ലേക്ക് വരക്കാനാണ് ചോദിച്ചേക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഉള്ള ടേബിൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് പറയുന്നുണ്ട്, കോഴ്സ് പറയുന്നുണ്ട്, ഇൻസ്ട്രക്ടർ പറയുന്നുണ്ട്, സെമസ്റ്റർ പറയുന്നുണ്ട്. അതിന് ആദ്യം ഒരു സ്റ്റാർ സ്കീമയിൽ വരക്കാം. അതിനുശേഷം അഡ്രസ്. When at the lowest level, the average measure stores the actual and higher conceptual level, average grade stores the average grade of you. അപ്പൊ ഇതിൽ നിന്ന് മാത്രം നമ്മൾ ഇഷ്ടമുള്ള ഒരു വാല്യൂന്ന് നമ്മളൊരു ഡയമെൻഷൻ ടേബിളും കൂടി വരക്കാം. ഓക്കെ, അഡ്രസ് ID കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്രസ് ID കൊടുക്കുക, ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെയും കൂടി വേണമെങ്കിൽ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ഡയമെൻഷൻ ടേബിളും കൂടി കൊടുക്കുക ചെറുതായിട്ട്. ഡിപ്പാർട്ട്മെന്റ് നെയിം ഒക്കെ വെച്ചിട്ട് വേറെ ഒന്നും കൊടുക്കണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ അതെന്താ? ഈ ഒരു സ്നോഫ്ലേക്ക് സ്കീമായി. പിന്നെ കൗണ്ടും ആവറേജ് ഗ്രേഡും ബാക്കി 2 മെഷേഴ്സ് എഴുതാൻ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ബാക്കി ഒലാപ്പ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒലാപ്പ് ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് ഫ്രം ദ patient 1 perform order the list in order to list the average grade of CS course for big യൂണിവേഴ്സിറ്റി. CS കോഴ്സ് എടുത്തവരുടെ. സോ അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റോളപ്പ് ചെയ്യണം. കുറെ കോഴ്സുകൾ ഉണ്ട് യൂണിവേഴ്സിറ്റിക്ക്. അതിൽ നിന്ന് ഫ്രം കോഴ്സ് ID ടു ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം. ഇനി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റോളപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റോളപ്പ് ചെയ്തിട്ട് സ്പെസിഫിക്കലി CS ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയും എഴുതാം. അതുപോലെ തന്നെ അടുത്ത റോളപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലോട്ട് എടുക്കണം. യൂണിവേഴ്സിറ്റി. ഇനി ഡൈസ് ചെയ്യുക. സ്റ്റുഡന്റ് വിത്ത് സെലക്ഷൻ പ്രോസസ് ആണ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് CS ആയിരിക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബിഗ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഡൈസ് അപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിപ്പാർട്ട്മെന്റ് CS ആയിട്ടുള്ള ബിഗ് യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിന്റെ വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രിൽ ഡൗൺ ചെയ്യണം. ഡ്രിൽ ഡൗൺ ദ സ്റ്റുഡന്റ് ഫ്രം യൂണിവേഴ്സിറ്റി ടു സ്റ്റുഡന്റ്. ഡ്രിൽ ഡൗൺ ചെയ്തിട്ട് സ്റ്റുഡന്റ് ഫ്രം യൂണിവേഴ്സിറ്റി ടു സ്റ്റുഡന്റ്. ഇത്രയുമാണ് നമ്മുടെ ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഈ ഒലാപ്പ് ഓപ്പറേഷൻസ് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാതെ റോളപ്പും ഡൈസും ഡ്രിൽ ഡൗൺ ഒക്കെ വെച്ചിട്ട് എഴുതാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതുവരെ ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ബാക്കി ഈ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ തിയറി പോർഷൻസ് മനസ്സിലാക്കിയിരുന്ന അത്യാവശ്യം എഴുതാൻ പറ്റും. ഇതാണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിയറി, KDD, സ്റ്റേജസ് ഓഫ് ഡേറ്റ മൈനിങ്, ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കാൻ. ഡിഫറെന്റ് ഇഷ്യൂസ് ഓഫ് ഡേറ്റ മൈനിങ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയഗ്രാംസ് പഠിക്കുക. ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഒന്നല്ലെങ്കിൽ ഇവിടെ 7 മാർക്കിന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യനും ഒരു ഡയഗ്രത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 തിയറി പ്രോബ്ലം കിട്ടും. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 തിയറി ചോദിച്ചിട്ടുണ്ട്, ഒരു ഇതും ഒരു പ്രോബ്ലം. അപ്പൊ പ്രോബ്ലം എന്തായാലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം വെച്ചിട്ട് എഴുതാം. ഓക്കെ,
അതാകുമ്പോൾ പെട്ടെന്ന് തീരും, അത്രയും തിയറി എഴുതേണ്ട സമയം പോകത്തില്ല. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. മേ ബി സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാനും ചാൻസ് വരാം. പിന്നെ ഈ ഒരു ഒലാപ്പ് ഓപ്പറേഷനിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അത് റോളപ്പും സ്ലൈസ് ഡൗണും ആ ഒരു ടേംസ് ഒക്കെ വെച്ചിട്ട് എഴുതാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഡയഗ്രാം ഈ സ്നോഫ്ലേക്ക് ഒക്കെ വരക്കാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് വരക്കും. ഇപ്പൊ സപ്പോസ് 7 മാർക്ക് ആണെങ്കിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു 4 മാർക്കോ 3 മാർക്കോ അല്ലെങ്കിൽ 3, 4 എന്നുള്ള സ്കീമിലായിരിക്കും എന്ത് മാർക്ക് ഡിവിഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് വരക്കാം. താങ്ക് യു.